നമ്മുടെ കേരളം ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സീസണിലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടിയ ചൂട്, ഏറ്റവും കൂടിയ താപനിലയായിട്ടുള്ള 39.8 ഡിഗ്രി സെൽഷ്യസ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് രേഖപ്പെടുത്തിയത്. ഇനി പാലക്കാട് ജില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലകളിലും എല്ലാ ദിവസവും യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടാണ്. കാരണം 37-38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി പല നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക. ഒന്നാമത്തെ കാര്യം, രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരിട്ട് വെയിൽ കൊള്ളാതെ നോക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുട യൂസ് ചെയ്യുക അല്ലെങ്കിൽ തൊപ്പി യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അധികം ദാഹം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന മദ്യം അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ രാവിലെ എണീറ്റിട്ട് 10 അമ്പലം അടിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവർക്കൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് അവരെടുത്ത് പറഞ്ഞേക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ അടിക്കുന്നു. ഇതിന്റെ എല്ലാത്തിനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചൂട് മാത്രമല്ല അല്ലെങ്കിൽ വെയിൽ മാത്രമല്ല, അൾട്രാ വയലറ്റ് രശ്മി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതും നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. അതിന് നമുക്ക് ചെയ്യാവുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സൺസ്ക്രീനുകൾ ഉണ്ട്. ഇതിൽ അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ഏതാന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പറഞ്ഞ അൾട്രാ വയലറ്റ് രശ്മികളെ നമ്മൾ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണിനെ അത് ബാധിക്കാം. നമുക്ക് പിഗ്മെന്റേഷൻസ് വരാം, നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് വരാം, അതിൻ്റെ കൂടെ ടാനും വരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യലാണ്. ഇതിൽ തന്നെ വൈറ്റമിൻ സിയുടെ പ്രസൻസ് ഉള്ള നല്ലൊരു സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻ. ഒരു സൺസ്ക്രീനിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി നമുക്കൊരിക്കലും ബെറ്റാഡിൻ ടെസ്റ്റ് വഴി ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ആന്റി ഓക്സിഡന്റിന്റെ പ്രസൻസ് അവിടെ ഉണ്ടോയെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. നമ്മുടെ മാർക്കറ്റിലുള്ള പല സൺസ്ക്രീൻ വെച്ചിട്ട് നമ്മൾ ഈ ബെറ്റാഡിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം കളർലെസ് ആയത് നമ്മൾ ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻ ഉപയോഗിച്ചപ്പോഴാണ്. അതിന്റെ അർത്ഥം ഇവിടെ ആന്റി ഓക്സിഡന്റിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. ഈ ഡീകൺസ്ട്രക്ട് ജെൽ സൺസ്ക്രീനിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്ന്, ആന്റി ഓക്സിഡന്റ് ആൻഡ് വൈറ്റമിൻ സി പവർ. ഇത് ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോയിങ് തരും. 2, ഒരു വൈറ്റ് കാസ്റ്റ് ഇതിനുണ്ടാവില്ല. അതായത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് ലെയർ പോലും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി നോർമലും നാച്ചുറൽ ആയിട്ടായിരിക്കും നമ്മുടെ സ്കിന്നിൽ വരാം. 3, ക്വിക്ക് ആയിട്ടുള്ള അബ്സോർപ്ഷൻ. ഇത് പെട്ടെന്ന് അബ്സോർബ് ആയിട്ട് ഒട്ടും സ്റ്റിക്കി അല്ലാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ഇരിക്കും. ഇതിന്റെ എല്ലാത്തിനും കൂടെ ഡീകൺസ്ട്രക്ട് ജെൽ സൺസ്ക്രീനിലുള്ളത് 5% വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് ഇത് ഒരേ സമയം ഒരു സിറമായിട്ടും സൺസ്ക്രീനായിട്ടും ആക്ട് ചെയ്യും. എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും നല്ലൊരു സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. നിലവിൽ മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻ. അപ്പോൾ ഇത് ചെക്കൗട്ട് ചെയ്യാൻ ആരും മറക്കണ്ട.